ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിറച്ച് മീൻമുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ മീനായിരുന്നു, അതിൻ്റെ വയറ് നിറച്ച് മീൻമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിനെ ഒന്ന് ഓംലെറ്റ് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ സംഗതി ഫെയിലിയർ ആയിപ്പോയി. അങ്ങനെ ഓംലെറ്റ് നേരെ തോരനാക്കി മാറ്റി കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തേങ്ങായും കറിവേപ്പിലയും കുരുമുളക് പൊടിയും പിന്നെ സവോള ഇത്രയും വലുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ചതച്ചിങ്ങെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് കേട്ടോ. ചതച്ചതല്ല, കൊച്ചതായിട്ട് അരിഞ്ഞതാണ്. അത് മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടി ഇങ്ങനെ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കാന്താരിമുളകാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത്. പച്ചമുളകാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാന്താരിമുളകാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് ചതച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. മീൻമുട്ട നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്രയും കൂടുതൽ നമ്മൾ അതിൻ്റെ ഇതെടുത്തത്, ഇൻഗ്രീഡിയൻസൊക്കെ എടുത്തത്. അപ്പോൾ ആത്തയ്ക്ക പറിച്ചതാണ് കേട്ടോ. ആത്തയ്ക്ക എനിക്കാണ് കേട്ടോ വീട്ടിൽ കുറച്ച് കൂടുതൽ ഇഷ്ടം. ബാക്കി ആർക്കും അത്രയും താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. അപ്പോൾ മീൻമുട്ടയൊക്കെ ഞാൻ കുറച്ചൊന്ന് വിക്സ് എന്നായിപ്പോയി. വിസ്ക് വെച്ചിട്ട് ഞാനൊന്ന് കുറച്ചൊക്കെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് മീൻകറി വെക്കാൻ പോയതുകൊണ്ട് സമയം കിട്ടിയില്ല. ഇനി ബാക്കിയും കൂടെ ഞാൻ വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് എല്ലാം ഒന്ന് പിന്നെന്താണ് ഉടച്ചുടച്ച് ഇങ്ങനെ എടുക്കാം നമുക്ക്. നല്ലതുപോലെ എല്ലാം ഒരേ സൈസിൽ ആക്കിയെടുക്കണം. നമുക്കെല്ലാം ഒരേപോലെ എല്ലാ സ്ഥലത്തും വിസ്കും കൊണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരേപോലെ വെന്ത് കിട്ടുക. അല്ലെങ്കിൽ ചില സൈഡിലൊക്കെ ഇങ്ങനെ കഷ്ണം പോലെ കിടന്നു കഴിഞ്ഞാൽ അത് വേകാതെ ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ അതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയൊന്നും അത്ര അരിഞ്ഞ് കിട്ടിയില്ല കേട്ടോ. അതിപ്പം അരിഞ്ഞ് കിട്ടിയില്ലെങ്കിലും പൊടിഞ്ഞ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ കിടന്നോട്ടെ കേട്ടോ. അപ്പം അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മീൻമുട്ട എല്ലാവർക്കും പൊതുവേ ഇഷ്ടമായിരിക്കും അല്ലേ. എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം നമ്മളുടെ മത്തിയുടെ ഉള്ളിൽ, ചില നാട്ടിൽ ചാളയെന്ന് പറയും അല്ലേ, മത്തിയുടെ ഉള്ളിൽ കിട്ടുന്ന മീൻമുട്ട. ഞങ്ങളുടെ നാട്ടിൽ പരിഞ്ഞീരെന്ന് പറയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനേക്കാളും ഒന്നുകൂടി ഇഷ്ടം അതാണ്. പിന്നെ ചില മീനിനകത്തൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കൂരിക്കാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ബോൾസ് പോലെ കിടക്കുന്ന മീൻമുട്ട. അതും എൻ്റെ ഫേവററ്റാണ് കേട്ടോ. ഇങ്ങനെ ബോളായിട്ട് കിടക്കും ഒരു ടൈപ്പ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല, കുറച്ച് ഇഷ്ടം കൂടുതൽ അങ്ങനത്തെ ടൈപ്പ് പരിഞ്ഞിലാണ്. മീൻമുട്ട അങ്ങനത്തെ ടൈപ്പിനോടാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് തേങ്ങയും കൂടി ഉണ്ടായിരുന്നു. അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു സ്പൂണും കൊണ്ട് അതെല്ലാം ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ തേങ്ങ കളയാതെ തിരുമ്മിയതിന് ശേഷം ഒരു സ്പൂണും കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും വേസ്റ്റ് ആകാതെ കിട്ടും. അതിനകത്ത് ഇത്രയും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ തിരുമ്മിയിട്ട്. ബാക്കി നമ്മളല്ലാതെ ഇതുകൂടെ അങ്ങ് തിരുമ്മിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ബ്രൗൺ ചിരട്ടയുടെ പൊടികളെല്ലാം കൂടി ഇതിനകത്തിലോട്ട് വീഴും. അതെനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ബ്രൗണൂടെ നമ്മൾ തിരുമ്മിയിട്ട് കഴിഞ്ഞാൽ അപ്പത്തിലത് കാണും. അപ്പം നമ്മൾ തിരുമ്മിയതിന് ശേഷം ഒരു സ്പൂണും കൊണ്ട് ചിരണ്ടി ഇടുകയാണെങ്കിൽ പിന്നെ പെർഫെക്റ്റായിട്ട് നല്ല അപ്പത്തിനൊക്കെ ആണെങ്കിൽ നല്ല വൈറ്റ് കളറ് കിട്ടും. അങ്ങനെ ഈ തേങ്ങയുടെ പൊടി കിടക്കില്ല ഈ ബ്രൗൺ കളറിൽ കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്യണം. തേങ്ങയൊക്കെ ഫുൾ കളയാതെ അങ്ങനെ സ്പൂണും കൊണ്ട് നമ്മളിങ്ങനെ ചുരണ്ടി എടുക്കണം കേട്ടോ. അപ്പം നല്ല പോലെ എല്ലാം അങ്ങ് ഉടയ്ക്കുക. അങ്ങനെ ഉടച്ച് എടുക്കാം. പിന്നെ വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് അങ്ങ് പിന്നെ അടിച്ചെടുക്കാം കേട്ടോ. പക്ഷേ അതെനിക്ക് തോന്നുന്നു കുറേ അങ്ങ് ശരിക്കും അരഞ്ഞു പോവും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പ്രസ് ബട്ടണിൽ ഇട്ട് എടുത്താലും മതി കേട്ടോ. എനിക്ക് തോന്നി വിസ്കാണ് ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഇതെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം. പിന്നെ മാക്സിമം അധികം പാത്രം എടുക്കാതെ കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അത് കഴിഞ്ഞ് കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്ന് ഒരുപാട് പാത്രം കഴുകുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അധികം പാത്രങ്ങളൊക്കെ എടുക്കാതെ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ആദ്യമേ നമ്മളിത് അടിപൊളി ഓംലെറ്റൊക്കെ ആക്കി എടുക്കാമെന്ന് കരുതി പ്ലാൻ ചെയ്താണ്. സംഗതി നടന്നില്ല. എനിക്ക് തിരിച്ചിടാൻ പറ്റുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഇത്രയും ഇങ്ങനെ തുരുളി ആയതുകൊണ്ടായിരിക്കും. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ തവയൊക്കെ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് ചിലപ്പോൾ മറിച്ചിടാൻ പറ്റിയേനെ. ഉരുളി ആയതുകൊണ്ടായിരിക്കും. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഉരുളി എടുത്തതും. അപ്പം മറിച്ചിടാൻ പറ്റാത്തത് കൊണ്ട് ഞാനതൊരു അടിപൊളി തോരനാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മീൻമുട്ട കൊണ്ടുള്ള തോരൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.